മറ്റുള്ളവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന അറിയില്ല. സ്ട്രഗിൾ ചെയ്ത് വരുന്ന ഓരോ സിനിമാകാരനും പക്കാ ഫീൽ ചെയ്യും. അതെ അതെ, ഇമോഷണൽ ആണ്, ഫീൽ ചെയ്യിപ്പിച്ചു. പടം ரொம்ப நல்லா இருக்கு, எல்லாரும் வந்து பாருங்க. ശരിക്കും ഞങ്ങളുടെ ഒല്ലിനെ പടത്തിലാണ്. അവന്റെ പെർഫോമൻസ് രക്ഷയില്ല. ഭയങ്കര കപ്പാസിറ്റി ഉള്ള നടനാന്നുള്ളത് അവൻ കാണിച്ചിട്ടുണ്ട് ഈ പടത്തില്. അപ്പം ഫ്യൂച്ചറിൽ നല്ലൊരു സ്റ്റാർട്ടത്തിലേക്ക് വരാനുള്ള നടനുണ്ട് അവൻ. അടിപൊളി പടം. ശരിക്കും ഞങ്ങളുടെ ഒല്ലിനെ പടത്തിലാണ്. ആള് അടിപൊളിയായിട്ട് കുറച്ചുകൂടി കഴിയുമ്പോ ആള് കയറിക്കോളും. ഉണ്ട്, ആളല്ലെങ്കിൽ അടിപൊളി നടനാണല്ലോ. ഗംഭീര പടം. ഒരു സിനിമക്കാരനാവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. അവരൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഈ സിനിമ കവിനെ കുറിച്ച് എന്താ പറയുക, നായകനെ കുറിച്ച്? ഞാൻ നായകന്റെ ആദ്യത്തെ പടമാണ് കാണുന്നത്. പക്ഷെ എന്ത് പെർഫോമൻസ്! നമ്മള് സൂര്യയുടെയും അജിത്തിന്റെയും അല്ലെങ്കിൽ വിക്രത്തിന്റെ ഒക്കെ പടം കണ്ട് കൈയടിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇവന്റെ പെർഫോമൻസ് ലെവല് ഒരു രക്ഷയില്. ഭയങ്കര സ്റ്റാർഡം ആവാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു നടനാണ് തമിഴ് ഇൻഡസ്ട്രിയിലെ. ഇതൊരു മോട്ടിവേഷൻ ആണ്. ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പൊരുതി നേടാൻ ആഗ്രഹിക്കുന്ന ഒരു നായകന്റെ സിനിമയാണ്. അപ്പൊ ജീവിതത്തിലൊക്കെ തോറ്റി വരുന്നവരൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മോട്ടിവേഷൻ, ഇൻസ്പിറേഷനും കിട്ടും സിനിമയ്ക്ക്. അതിനൊരു കിക്ക് ഉണ്ട് പടത്തിന്. പിന്നെ അവന്റെ പെർഫോമൻസ് രക്ഷയില്ല. ഭയങ്കര കപ്പാസിറ്റി ഉള്ള നടനാന്നുള്ളത് അവൻ കാണിച്ചിട്ടുണ്ട് ഈ പടത്തില്. അപ്പം ഫ്യൂച്ചറിൽ നല്ലൊരു സ്റ്റാർട്ടത്തിലേക്ക് വരാനുള്ള നടനുണ്ട് അവൻ. കവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നൈസാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പറാണ്, ഒന്നും പറയാല്ലേ, അടിപൊളിയായിരുന്നു. ബേസിക് ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും നല്ല ആക്ടിങ് ആണ്. എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറായിരുന്നു. അല്ല, നന്നായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ബേസിക് മറ്റുള്ളവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന അറിയില്ല. സ്ട്രഗിൾ ചെയ്ത് വരുന്ന ഓരോ സിനിമാകാരനും പക്കാ ഫീൽ ചെയ്യും. കണക്ട് ചെയ്യാം. നമ്മളൊക്കെ അതേ ഫീൽഡ് കഴിഞ്ഞിട്ട്, ആ സ്ട്രഗ്ലിങ് കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ എത്തിയത് അവിടേക്ക്. അപ്പോ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണം. തീർച്ചയായിട്ടും നല്ല മൂവിയാണ്. അതെ അതെ, നല്ല കണക്ട് ചെയ്തു. നല്ല ആക്ടിങ് ആണ് കവിന്റെ. സ്റ്റോറി ആണെങ്കിലും സ്ക്രീൻ പ്ലേ മൊത്തത്തിൽ നന്നായിരുന്നു. അതെ അതെ, ഇമോഷണൽ ആണ്, ഫീൽ ചെയ്യിപ്പിച്ചു. നല്ല കണ്ടന്റ് ഉണ്ട്, നല്ല ക്വാളിറ്റി സ്റ്റഫാണ്. തീർച്ചയായും നല്ല ടാലന്റ് ഉള്ള ആളാണല്ലോ. നല്ല സിനിമ, നല്ല മൂവിയാണ്. അതെ അതെ അതെ, ട്രെയിലർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ കവിന്റെ മൂവി ഓൾറെഡി മുമ്പുള്ള പടങ്ങൾ ആദ്യമൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് വന്നത്. ഉണ്ട്, ആളുണ്ട്, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. സ്റ്റോറിയൊക്കെ ഒരു നോർമൽ സ്റ്റോറി ആയിട്ട് തന്നെ തോന്നിയത്. പല മൂവീസ് കണ്ടിട്ടുള്ള, പക്ഷെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ലാലാണെന്നുണ്ടെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ലാലിന്റെ ആക്ടിങ് ആണെങ്കിൽ ഈ മൂവിയിൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്തതായിട്ട് തോന്നി. കണക്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ. கவின் ஓகே, ஆக்டிங் நல்லா தான் இருக்கு. படம் ரொம்ப நல்லா இருக்கு, எல்லாரும் வந்து பாருங்க. யுவன் மியூசிக் சூப்பரா இருக்கு. ஸ்டோரி வைஸும் வந்து படம் செம்மையா കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. കൊള്ളായിരുന്നു, നല്ല അഭിനയമായിരുന്നു. സ്റ്റോറിയൊക്കെ നല്ല പടമായിരുന്നു. കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. കവിൻ കൊള്ളാം. ആള് ഇമ്പ്രൂവ് ചെയ്യാണ്ട്, പല ഭാഗങ്ങളിലും ഇമ്പ്രൂവ് ചെയ്യാണ്ട്. സെറ്റാണ്, അത് റെഡിയാവും. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല മൂവിയാ, ഇൻസ്പിറേഷണൽ മൂവിയാ. നല്ല പടം, കുഴപ്പമില്ല. അടുത്തൊരു സ്റ്റാർ ആവാൻ ചാൻസ് ഉണ്ടോ? കുഴപ്പമില്ല, നല്ല പടാ. എനിക്ക് ഇഷ്ടമായില്ല. എന്ത് പറ്റി? ഇഷ്ടമാവാതിരിക്കാൻ എന്താ കാരണമായിരുന്നു? കഥ തന്നെ കാര്യമില്ല.